നമുക്കറിയാവുന്നതുപോലെ കൊലോസ്യ ലേഖനത്തിന്റെ ചില വേദഭാഗങ്ങളുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കുന്നല്ലോ. ആമേൻ. നാളെ മുതൽ കർത്താവിന്റെ ദാസൻ തീർച്ചയായും ജോയിൻ ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ കൊലോസ്യ ലേഖനത്തിലെ ആ വേദഭാഗത്തെ നമുക്ക് ചിന്തിക്കാനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് 15-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3:15 നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. ആമേൻ. കഴിഞ്ഞ ദിവസം അതിന്റെ ആദ്യത്തെ ഭാഗമായ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നുള്ള ഭാഗമാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കാനായി സമയമെടുത്തത്. സ്തോത്രം. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. അതാണ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ടതെന്നും അതാണ് നമ്മുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കേണ്ടതെന്നും ആ സമാധാനമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ആശ്രയമായി മുന്നോട്ട് പോകേണ്ടതെന്നും അവിടുത്തെ ആജ്ഞയാണ് ഏറ്റവും വലിയതായി നമ്മൾ കാണേണ്ടതെന്നുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകുന്നതിന്റെ കാരണം ക്രിസ്തുവിന്റെ സമാധാനമല്ല, ലോകപരമായ ആളുകൾ എന്തൊക്കെ കാര്യത്തിൽ സമാധാനപ്പെടുന്നു അതിലൊക്കെ നമ്മൾ സമാധാനപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അസമാധാനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുകയും യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ട് പോയതാണ്, എന്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്നത് പോലെ അല്ലെന്ന് പറഞ്ഞാൽ ലോകം മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഒരു സമാധാനമല്ലത്. സ്വത്രം. ലോക മനുഷ്യൻ ആശ്വസിക്കുന്നത് പോലെ ഒരു സമാധാനമല്ല. അങ്ങനെ തരുന്നത് കുറച്ച് സമയത്തേക്കൊക്കെ നിൽക്കുന്ന ഒരു ആശ്വാസം ലോക മനുഷ്യനും ചില മണിക്കൂറുകളിലേക്കോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലേക്കോ തരാൻ കഴിയുന്നതാണ് ലോകം തരുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് തന്നിട്ടുപോയ സമാധാനം എന്ന് പറയുന്നത്, ആമേൻ, അത് നമ്മുടെ ഹൃദയങ്ങളിൽ വാണാൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും സമാധാനമായി ഇരിക്കുന്നില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം സത്യത്തിൽ വരുന്നില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ ലോകം തരത്തില്ല അല്ലെങ്കിൽ ലോകം തരാത്ത സമാധാനം എന്ന് പറയുന്ന ആ ലോകത്തിന്റെ സമാധാനത്തിലേക്ക് നമ്മൾ അറിയാതെ നമ്മുടെ നോട്ടത്തെ മാറ്റുമ്പോഴാണ് നമുക്ക് അസമാധാനം വരുന്നത്. അയ്യോ, എങ്ങനെ, എന്ത് ചെയ്യും? ഞാൻ സിമ്പിളായി ഈ വചനമൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്റെ ലൈഫുമായി ചേർത്ത് ചിന്തിക്കുമായിരുന്നു. സ്വന്തം അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീടിനൊക്കെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ദൈവമേ, ഞാനിങ്ങനെ ഒരു വർഷത്തിനിടയിൽ 4 വീടൊക്കെ മാറി, ഇനി എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. ഞാൻ എന്താണ് കർത്താവ്, ഇത് ഞാൻ ദൈവത്തിലല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ നമ്മൾ ഒരു സെക്കൻഡിലേക്കൊക്കെ പെട്ടെന്ന് ചിലപ്പം മാറിപ്പോകാൻ സാധ്യത. എത്രയോ വചനം പറയുന്ന ആളായാലും ഒരു സെക്കൻഡിലേക്കൊക്കെ നമ്മളും ഒന്ന് പതറി ദൈവത്തോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ചോദിക്കാൻ ദൈവത്തിന് ദുഃഖമൊന്നുമില്ല. പെട്ടെന്ന് ദൈവം എന്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഞാൻ വചനം പറഞ്ഞ അതേ ഭാഗം എന്റെ മനസ്സിൽ പെട്ടെന്ന് ദൈവം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഞാൻ മക്കളെ ഈ ലോകത്തിലേക്ക് രക്ഷിക്കാൻ വന്ന സമയത്ത് എന്നെ ഒന്ന് ജനിച്ചതിന് ശേഷം ഒന്ന് കിടത്താൻ ഒരു സത്രം പോലും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. എന്താ, ഞാൻ വന്നത് ദൈവത്തിന്റെ പദ്ധതിയിലല്ലായിരുന്നോ? ആമേൻ. പൗലോസ് പറയുന്നത് കാലസമ്പൂർണതയിൽ വെളിപ്പെട്ട യേശു കർത്താവിന്, കാലം തികഞ്ഞപ്പോൾ ശുശ്രൂഷയ്ക്കായി വന്ന കർത്താവിന് കിടക്കാനും ഒരു ഇടമില്ലായിരുന്നുവെന്നും തലചായ്പാൻ സ്ഥലമില്ലായിരുന്നുവെന്നും സ്തോത്രം ഒക്കെ പറയുന്ന യേശുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഈ യേശുവിനെ നമ്മൾ കൂടുതൽ അറിഞ്ഞാൽ ആ സമാധാനമൊക്കെ നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, ഏതെങ്കിലും ഒരു ദൈവദാസനെയോ ഏതെങ്കിലും ഒരു ദൈവ പൈതലിനെയൊക്കെ നമ്മൾ മാതൃകയാക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പം അസമാധാനം വരാൻ സാധ്യതയുള്ളത്. യേശുവിനെ അല്ലെങ്കിൽ യേശു അനുഭവിച്ച ഒരു സമാധാനമാണ് നമ്മൾ ആ വഴിയിൽ കിടക്കുമ്പോഴും പശുത്തൊട്ടിയിലായിരിക്കുമ്പോഴും ഒക്കെ കർത്താവുമായിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ പദ്ധതിയിൽ തന്നെയാണ്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽ തന്നെയാണ് യേശു കർത്താവ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ സമാധാനം പ്രാപിക്കപ്പെട്ട നമുക്ക് അസമാധാനത്തിന്റെ ആവശ്യമില്ലെന്നാണ് യേശു കർത്താവിന്റെ വാചകങ്ങളിലും പൗലോസ് ഇവിടെ പറഞ്ഞ് നമുക്ക് വേണ്ടി തരുന്നതും അതൊക്കെ തന്നെയാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. ഒരു കൂട്ടം നെഗറ്റീവ്, നിരാശപ്പെടുത്തുന്ന വാചകങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ചെവികളിൽ എത്തപ്പെടുമ്പോഴും നമ്മളെ സമാധാനം തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ സമാധാനം എന്താണ്? പിതാവുമായിട്ട് നല്ല ബന്ധമാണ്. സ്തോത്രം. പിതാവ് നമ്മുടെ കൂടെയുണ്ട്. യേശുവിന്റെ ക്രൂശിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അല്പസമയത്തേക്ക് മാറുന്നുണ്ടെങ്കിലും യേശു പറയുന്നുണ്ട്, എന്നെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. സ്തോത്രം. ക്രിസ്തു, നമ്മൾ ആലോചിക്കുക, ഈ സകലത്തെ നിർമ്മിച്ച ദൈവമായി നമ്മൾ നിരന്ന് സമാധാനത്തിലാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമ്മൾ ഭാരപ്പെടേണ്ട. ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും വലിയൊരു വ്യക്തിയുമായി നമുക്ക് നല്ല അടുപ്പമാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് താമസിക്കുന്നതിന് വലിയ ദുഃഖമൊന്നുമില്ല. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ വേറെ ആരെയും നിങ്ങൾക്ക് പരിചയമില്ലേ?
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ആരും എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നാൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നാണ് ലോക മനുഷ്യർ നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇതിനെയൊക്കെ ഉണ്ടാക്കിയ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ ദൈവം നമുക്ക് വലിയ ഭാഗ്യകരമായ ഫ്രീ ആയി തന്ന ആ അവസ്ഥയിൽ നിന്നിട്ടാണ് പലപ്പോഴും നമ്മൾ അസമാധാനപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. സ്തോത്രം. അവൻ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സ്തോത്രം. ക്രൂശിൽ കൂടെയാണ് അത് തന്നത്, നിവൃത്തീകരിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചല്ലോ. സ്തോത്രം. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒത്തിരി വേദഭാഗമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു വേദഭാഗം കൂടെ വായിച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി. യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാവുന്ന ആ വേദഭാഗം ഉണ്ടല്ലോ, സമാധാനത്തെ 53-ാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യെസ്, അവൻ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. അതെ, ഈ സമാധാനം, കർത്താവിനെ അപ്പാന്ന് വിളിക്കാനുള്ള ആ സമാധാനം, നമ്മൾ അവനോട്ടുള്ള ആ ബന്ധം മുഴുവൻ ചെയ്ത് സൗജന്യമായി തീർത്തിട്ടാണ് കർത്താവ് ഇവിടെ നിന്ന് പോകുന്നത്. സ്തോത്രം. തീർച്ചയായിട്ടും ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നെന്ന് പറഞ്ഞിട്ടും പിന്നീട് യോഹന്നാന്റെ സുവിശേഷം മുന്നോട്ട് 19-ാം അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോൾ വീണ്ടും സമാധാനം ഉണ്ടാകട്ടെ എന്ന് യേശു കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കൽപ്പിച്ച സമാധാനത്തിലേക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ പെട്ടെന്ന് ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അത് യാഥാർത്ഥ്യമാണ്. സ്തോത്രം. നമ്മൾ കർത്താവിനെ അറിഞ്ഞ് അനുഭവിച്ച് വരുമ്പോഴാണ് ഭയങ്കരമായി നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്ക് ഈ എല്ലാത്തിനെയും ഭരിക്കുന്ന ദൈവമായിട്ട് നല്ല ബന്ധം ക്രിസ്തുവിന്റെ രക്തത്താൽ നേടി തീർത്തിട്ടാണ് യേശു ഇവിടെ നിന്ന് കടന്നുപോയത്. യേശു കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പെന്തിക്കോസ് നാളിൽ അവിടെ ഇരുന്നോണം. ഞാൻ വാഗ്ദത്തം ചെയ്ത, നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ, അത് ഇറങ്ങി വരും. സ്തോത്രം. അത് ഇറങ്ങി വരുന്നത് വരെ നിങ്ങൾ പാർത്തോണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം തന്നെ കൂടെ വന്ന് വസിക്കുന്ന അനുഭവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ മതി. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും ശമരിയിലും യഹൂദിയിലും ശമരിയിലെ ഭൂമിയിലെ അറ്റത്തോളം എന്റെ സാക്ഷികളാകട്ടെ എന്ന് പറഞ്ഞ കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ട്. പരിശുദ്ധാത്മാവ് വരട്ടെ, നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിനായി. ഇപ്രകാരം ഒരു ബന്ധം സൗജന്യമായി ഒന്നും കൊടുക്കാതെ യേശു കർത്താവ് കൊടുത്തിട്ടാണ് പോയത്. കൽപ്പിച്ചു, ഞാൻ തന്നിട്ട് പോകുന്നത് 14-ാം അധ്യായത്തിൽ പറഞ്ഞെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കൂടെ എന്നേക്കും വസിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ദൈവം കൂടെ ഉണ്ടെന്ന്. സ്തോത്രം. നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിനേക്കാൾ നിങ്ങളിലുണ്ട്. സ്തോത്രം. ആമേൻ. ഈ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഇത്ര മനോഹരമായ ഒരു ക്രിസ്തുവിന്റെ മാർഗമാണ് നമ്മൾ പിന്തുടരുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾക്ക് സമാധാനം നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏത് തകരുന്ന അനുഭവങ്ങളിലും ആശ്വസിക്കാൻ വകയുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ഇമാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മോട് കൂടെ. നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ആദം നഷ്ടപ്പെടുത്തിയ ബന്ധത്തെ ക്രിസ്തുവിന്റെ ക്രൂശിനാൽ നമുക്ക് ദൈവം തിരികെ തരുകയായിരുന്നു. സ്തോത്രം. അതിനേക്കാൾ ആഴത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ദൈവം ആ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അപ്പനും മക്കളും എന്ന പദവിയിലേക്ക്, നമുക്കൊരു യോഗ്യതയും ഇല്ലാതിരുന്ന ആ സാഹചര്യത്തിലേക്ക് കർത്താവ് നമ്മളെ കയറ്റിയ ആ ദൈവത്തിന്റെ മഹാസ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ഏത് കാരാഗ്രഹത്തിലായാലും സന്തോഷ സമൃദ്ധിയിലായിരുന്നാലും ഇരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, താഴ്ചയിൽ ഇരിപ്പാൻ എനിക്കറിയാം. സ്തോത്രം. സമൃദ്ധിയിലും ഇരിക്കാൻ എനിക്കറിയാം. സ്തോത്രം. കാരണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്നെ ശക്തനാക്കുന്നത് ഫിലിപ്പിയ സഭയുടെ ലെറ്റർ അല്ല. സ്തോത്രം. എന്നെ ശക്തനാക്കുന്നത് ഇവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നെ ശക്തനാക്കുന്നുണ്ട്. അതിനുവേണ്ടി തീർച്ചയായും ഫിലിപ്പിയ സഭയെ ഉപയോഗിക്കുന്നുണ്ട്, തിമോത്തിയോസിനെ ഉപയോഗിക്കുന്നുണ്ട്, എപ്പഫ്രാസിനെ ഉപയോഗിക്കുന്നുണ്ട്, അരിസ്തർഹോസിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലേഖനത്തിൽ നമുക്ക് കാണാം വിവിധ ദൈവദാസന്മാരെ പൗലോസിനെ ബലപ്പെടുത്താൻ വേണ്ടി, മനത്തിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടി, ഹൃദയത്തിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ പൗലോസിനറിയാം ഇതെല്ലാം ചെയ്യുന്നത് യേശു കർത്താവ്. സ്തോത്രം. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയട്ടെ. സ്തോത്രം. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ.
സ്തോത്രം. അതിന അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഏക ശരീരം. അടുത്ത ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞ് തുടങ്ങിയിരുന്നല്ലോ. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളും പരസ്പരം സമാധാനത്തിരിക്കണം. ആര് പരസ്പരം? എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ ശരീരത്തിന്റെ അംഗമായിരിക്കുന്ന മറ്റുള്ള അവയവങ്ങൾ. നമുക്കറിയാം, ഇതിനെപ്പറ്റി ഞാൻ സ്നേഹം പറഞ്ഞപ്പോൾ നന്നായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഈ സഭയെന്ന് പറയുന്ന ശരീരത്തിന്റെ വിവിധ അംഗങ്ങളാണ്. കൈയും കാലുമായി ഒരു സമാധാനത്തിലല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെ? ഒരു കാലം മുമ്പോട്ട് വയ്ക്കും, മറ്റേ കാലം കൊണ്ട് വരുന്നില്ലെന്ന് അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറയുന്നെങ്കിൽ അതൊരു ഒരു 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 നല്ല അനുഭവമല്ല, അതെന്തോ ഒരു വലിയ കുഴപ്പമാണ്. സ്വന്തം എന്ന് പറയുന്നത് പോലെ കർത്താവ് എന്ന് പറയുന്നത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക? സമാധാനത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ, കൊലോസ്യ സഭയ്ക്കകത്ത് പോലും അസമാധാനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. കൊലോസ്യ സഭയെന്ന് മാത്രമല്ല, ഫിലിപ്പിയ സഭ നോക്കിയാലും എഫേസ്യ ലേഖനത്തിൽ നോക്കിയാലും ഇതേ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കേവലം ഈ കൊലോസ്യ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്ന് പഠിക്കാം. ദൈവം പറയുന്നത്, ഞാൻ സൗജന്യമായി, കർത്താവ് എങ്ങനെ നമുക്ക് ഈ സമാധാനം തന്നത്? ഫ്രീ ആയിട്ടാണ് തന്നത്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അത് ഇന്നലെ പഠിച്ചതാണ്. സ്വന്തം ഫ്രീ ആയി തരികയായിരുന്നു, ഫ്രീ ആയി. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുമായി സമാധാനത്തിലാകാൻ എങ്ങനെ? അവരെന്തെങ്കിലും വില മുടക്കട്ടെ, അവർ എന്നോടൊന്ന് ചിരിക്കട്ടെ, എന്നിട്ട് ഞാൻ അവരുമായി ഒന്നാകാം, തോളെ കൈയിടാം. അങ്ങനെയല്ല. കർത്താവ് ഫ്രീ ആയി നമ്മളുമായി സമാധാനത്തിലായി. പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ആ സമാധാന ബന്ധത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നത് ഫ്രീ ആയിട്ടാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ അവരുമായി സമാധാനത്തിലാണ്. ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എന്നും പറയുന്ന ഭാഗം ഒന്നുകൂടെ പറയാം, ഈ വാക്യം കൂടെ വരുന്നത് കൊണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മളെ ഭാരപ്പെടുത്തിയ ഒരു കൂട്ടം ആളുകളുടെ ലിസ്റ്റുകൾ കാണാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ ആയിരിക്കാം. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ ഫ്രീ ആയി മക്കളെ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഞാൻ സമാധാനം ഉണ്ടാക്കിയില്ലേ പിതാവുമായിട്ട്. പിതാവെന്ന് പറയുന്ന ആ വിശുദ്ധനായ ദൈവവുമായി എന്നെയും നിങ്ങളെ തട്ടിച്ചു നോക്കിയാൽ നമ്മൾ ശത്രുക്കളായിരുന്നെന്ന് പലവട്ടം പറഞ്ഞതാണ്. സ്വത്രം. നമ്മൾ യോഗ്യരായിരുന്നില്ല. കർത്താവ് നമ്മളെ സമാധാനപ്പെടുത്തിയില്ലേ? കർത്താവ് പറഞ്ഞില്ല, ഞാൻ എന്റെ സമാധാനം ഫ്രീ ആയിട്ട് തന്നിട്ട് പോവാ. അതെ, യേശു തന്നു, അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കർത്താവ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാം, ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്പരം സമാധാനത്തിലാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അവന്റെ മക്കളൊക്കെ പരസ്പര സ്നേഹത്തോടെ ഇരിക്കണമെന്നാണ്. സ്വന്തം. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവർ, പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പറയാം, പ്രത്യേകിച്ച് ഫസ്റ്റായി നമുക്കിത് ആപ്ലിക്കബിൾ ആകുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെയാണ്. സ്വത്രം. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട പല ആളുകളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം. കുറവുകൾ എന്ന് ഞാൻ പറയുന്നത്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ, ഒച്ചിൽ ബോധിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില വിഷയങ്ങൾ മുഖാന്തരം നമുക്ക് അടുപ്പക്കുറവ് വരുന്ന, അസമാധാനത്തിലായിരിക്കുന്ന വ്യക്തികൾ കാണാം. തീർച്ചയായിട്ടും കാണാം. ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവുമായിട്ട് പോലും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പോലും നമ്മൾ അറിയണം, കർത്താവ് നമ്മളോട് ഫ്രീ ആയിട്ടല്ലേ ഇത് ചെയ്തത്. നമുക്കിത് ഫ്രീ ആയിട്ട് അവരുമായി സമാധാനത്തിലേക്ക് വരാം. സ്വത്രം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞതുപോലെ കർത്താവ് എല്ലാം ചെയ്തു. കർത്താവ് വെറുതെ സമാധാനത്തിലാവുകയായിരുന്നല്ലോ. നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, വലിയ വില കൊടുത്തിട്ടാണ് സമാധാനത്തിലായത്. അപ്പൊ എന്താണ് കർത്താവ് അതിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യനുമായി സമാധാനത്തിലേക്ക് വരാൻ നമ്മൾ ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നാലും അവിടെയും നമ്മൾ വലുതായിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്? സമാധാനമാവുക എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കരുത്. ഇനി നമ്മുടെ ഒരു 5 സെന്റ് വസ്തു അങ്ങനെ സമാധാനമായ നഷ്ടമായി പോകുമെങ്കിൽ, ഈ വാക്യം കുറച്ച് വേദനിപ്പിക്കുന്നതാണ്. സ്തോത്രം. സ്തോത്രം. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഈ 5 സെന്റ് വസ്തുവിന്റെ ഒരു വിലയല്ല. സ്തോത്രം. ഒരു ആത്മാവിന്റെ വിലയെപ്പറ്റി ബൈബിൾ നമ്മളോട് പറയുന്നത് സർവ്വ ലോകത്തെക്കാളും വിലയുള്ളതെന്ന്. സ്തോത്രം. അങ്ങനെയാണ് യേശുവിന്റെ രക്തത്തിന്റെ വിലയൊന്ന് ആലോചിച്ച് നോക്കുക. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എടുത്ത റിസ്കിന്റെ മുന്നിൽ ഞാനിപ്പോ പറഞ്ഞ ഈ ഭാഗം ഒന്നും ഒരു വലിയ കാര്യമല്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്താ പറയുന്നത്? നമുക്ക് വേണ്ടി കൊടുക്കേണ്ട എത്ര വിലയായിരുന്നു അത് ദൈവം കൊടുക്കാൻ തയ്യാറായെങ്കിൽ, ഒരു വ്യക്തിയുമായി ഇന്ന് രാത്രി നിങ്ങൾക്ക് സമാധാനപ്പെടാൻ, നിങ്ങളുടെ ഈഗോ താഴണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തി ഒന്ന് ഉടഞ്ഞു പോകണമെങ്കിൽ, അത് പോകട്ടെ എന്ന് വെക്കാം. നമ്മളൊന്ന് നാണം കെടുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നാളെ നമ്മളെ തന്നെ നാണം കെടുത്താൻ സാധ്യത. അവരുമായി സമാധാനത്തിലേക്ക് പോയ കുഴപ്പമില്ല.
നമ്മൾ ചെറുതാകാൻ സാധ്യതയുണ്ട്, നഷ്ടങ്ങൾ പെടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാലോ, അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി കുഴപ്പങ്ങൾ വന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളെക്കാളൊക്കെ ആത്മീകമായി വളർച്ചയിലേക്ക് വന്നതാ ഒരു വ്യക്തിയാണ് അബ്രഹാം. സ്തോത്രം. എന്താണ് അത്? അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, ദേശമെല്ലാം നിന്റെ മുന്നിൽ ഇരിക്കുന്നല്ലോ, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. സ്തോത്രം. നീ ഇടത്തോട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ ലൈഫിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു ലൈഫിലേക്ക്, അദ്ദേഹവുമായി ഒരു പ്രോബ്ലത്തിൽ പിന്നെയും പോയി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ ഒരു ആത്മീക സമാധാനത്തിലേക്ക് ആണ് അബ്രഹാം വളർന്നുകൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾ എത്രത്തോളം വളരണം? സ്തോത്രം. എത്രത്തോളം നമ്മൾ അതിനേക്കാൾ മുന്നോട്ട് വരണം. അവർ ക്രൂശിനെ ആത്മീകമായി മുന്നുകൂട്ടി കണ്ടവരാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറയുന്നത് പോലെ വിശ്വാസത്താൽ അവർ ക്രിസ്തുവിന്റെ വരവിനെ കണ്ടു എന്നൊക്കെ. സ്തോത്രം. യേശു കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അബ്രഹാം എന്റെ നാളിനായി കാത്തിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവർ മുമ്പോട്ട് നോക്കിക്കണ്ടു. നമ്മൾ ഇന്ന് ആ ചരിത്രം മുഴുവൻ ആത്മാവിനാൽ ദൈവത്തിന്റെ ദാസന്മാർ എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ സത്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കെ പലപ്പോഴും ഇബ്രായ ലേഖനത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രം എന്താണ്? സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. സ്തോത്രം. ആ രീതിയിലൊക്കെ നമുക്ക് സമാധാനം ഒരു വ്യക്തിയുമായി വരേണ്ടി വന്നാലും ഇത് ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അതൊന്നും പറ്റത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഇത്രയും സമ്മതിക്കാം. പക്ഷെ അത് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പറ്റുന്നില്ലെന്ന് സമ്മതിച്ചാട്ടെ. എനിക്ക് പറ്റത്തില്ല, അങ്ങനെയുള്ള ടോണിലല്ല, എനിക്ക് പറ്റുന്നില്ല, കുഴപ്പമില്ല, ചെയ്യണ്ട. പക്ഷെ അതിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അതിനു വേണ്ടിയുള്ള ദൈവം നമ്മളിൽ വരുത്തിയ സമാധാനം ഉണ്ടല്ലോ, ദൈവം നമ്മളിലേക്ക് മനസ്സിലാക്കിച്ചു തരും. ദൈവസന്നിധിയിൽ അത് ബോധ്യമാകാതെ നമ്മളത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. എന്നാൽ കർത്താവിനെ നമ്മൾ അറിഞ്ഞ് വരുമ്പോൾ ഇതിനെല്ലാം ഭയങ്കരമായ വ്യത്യാസങ്ങളിലേക്ക് നമ്മൾ വരും. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടോ അല്ല, ആത്മവളർച്ചയുടെ ക്രിസ്തുവിന്റെ തലയോളമുള്ള വളർച്ചയുടെ ഭാഗമായി നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, അയ്യോ അന്ന് എനിക്കിത് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അയ്യോ ഇതിനൊക്കെ വേണ്ടിയാണോ ഞാൻ അന്ന് വലുതായിട്ട്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ആ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം, ദൈവമേ, ഞാൻ അന്ന് വാശി പിടിച്ചതും ഞാൻ അന്ന് വിട്ടുകൊടുക്കാതിരുന്നതും ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ അയ്യോ എത്രത്തോളം നാണക്കേടായിരുന്നു. അബ്രഹാമിന്റെ കഥയൊക്കെ ഞാൻ വായിച്ച് പ്രസംഗിച്ചിട്ടും അബ്രഹാം വിട്ടുകൊടുത്തതുപോലെ ഒരു സമാധാന ചർച്ചയിലേക്ക് എന്റെ ലൈഫ് വന്നില്ലല്ലോ. എന്നിട്ടും കർത്താവെ കരുണ തോന്നി, എന്നെ നീ ഇവിടെ കൊണ്ടുവന്നല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ഞാനെന്ന് പറയട്ടെ, അത് അങ്ങനെ മനസ്സിലാക്കിയിട്ടും ആ പ്രതിഫലം കൂടെ നേടാൻ അവിടെയും ലജ്ജിക്കാതിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കർത്താവിന്റെ ഈ വചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, വില കൊടുക്കേണ്ടി വന്നാലും നമ്മൾ സമാധാനത്തിന് തയ്യാറാകണം. സ്തോത്രം. വില കൊടുക്കേണ്ടി വന്നാലും നമ്മൾ സമാധാനത്തിന് തയ്യാറാകണം. നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ട് വന്ന ഭാഗങ്ങളിലല്ല ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവ് നമ്മളോട് ദയ കാണിച്ചതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കണം. കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞതുകൊണ്ട് നമ്മൾ മനസ്സലിയണം. കർത്താവ് നമ്മളോട് സൗമ്യത കാണിച്ചതുകൊണ്ട് നമ്മൾ സൗമ്യത കാണിക്കും. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം. കർത്താവ് നമ്മളുമായി ഫ്രീ ആയി, നമ്മളിൽ നിന്നൊന്നും കാണാതെ നമ്മളുമായി സമാധാനം ഫ്രീ ആയി തന്റെ വില കൊടുത്ത് രക്തം തന്ന് വേദന സഹിച്ച് കഷ്ടപ്പെട്ട്, കർത്താവ് മാനുഷിക രീതിയിൽ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് എല്ലാ രീതിയിലും വേദനിച്ച് നമുക്ക് വേണ്ടി ആ സമാധാനം തന്നെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിന് ബുദ്ധിമുട്ടെന്ന് ചിന്തിക്കുന്ന വ്യക്തിയുമായി സമാധാനത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. എബ്രായ ലേഖനം 12-14 വാക്യം ഒന്ന് വായിച്ചട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14 വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. യെസ്. ഒരു വാക്യം കൂടി, 2 തിമോത്തിയോസിന്റെ ലേഖനം 2:22 വാക്യം കൂടി. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. യെസ്. സമാധാനം ആചരിക്കുക. ഒരു ആചരണം, ഒരു നമ്മൾ മനായിക്കുന്നത് പോലെ, നമ്മൾ സന്തോഷിക്കുന്നത് പോലെ, ഒരു ആചാരം പോലെ പറയുകയാണ്. സമാധാനം നമ്മൾ ആചരിക്കുന്നവരാകണം. സ്തോത്രം. പരസ്പരം നമ്മൾ സമാധാനം ആചരിക്കുന്നവരാകണം. കാരണം കർത്താവിന്റെ യേശുവിന്റെ ലൈഫ് നോക്കിയേ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, യേശുവിനെ വഞ്ചിക്കുന്നവരുടെ അടുത്ത് പോലും, യേശുവിനെ 30 വെള്ളിക്കാശിന് വിൽക്കുന്നവരായിട്ട് പോലും, യേശുവിനെ ഒറ്റിക്ക് കൊടുക്കുന്ന പത്രോസിനോട് മരണം വരെ യേശു സമാധാനത്തിലായിരുന്നു.
യേശു അവരോട് ഒരിക്കലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവരും പരസ്പരമുള്ള ആ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കപ്പെടുന്നില്ല. സ്തോത്രം. പരസ്പരം അസമാധാനത്തിൽ അവർ അസമാധാനമാകുന്നുണ്ടെങ്കിലും യേശുവിന്റെ സ്വഭാവം നോക്കി അവരുമായി അസമാധാനത്തിലേക്ക് പോകുന്നില്ല. നമ്മളോട് എത്രയോ പേർ അസമാധാനപ്പെടട്ടെ, ഒരു കുഴപ്പമില്ല, നമുക്ക് അവരോട്ടൊരു അസമാധാനം വരരുത്. കാരണം എന്താണ് കർത്താവ് നമ്മളോട് പറയുന്നത്? നിങ്ങളിൽ ഈ സമാധാനം ഞാൻ പകർന്നു തന്നത് നിങ്ങളോളം എത്തിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സമാധാനം ആചരിക്കുക. സ്തോത്രം. അതിന്റെ എത്രമാത്രം എക്സ്റ്റെന്റ് വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. യോഹന്നാനോടും ആമേൻ ഇവരെയൊക്കെ തീ ഇറക്കി അങ്ങ് ദഹിപ്പിച്ച് കളഞ്ഞേരെ എന്ന് പറഞ്ഞ, നമ്മൾ പറയും ഹൃദയത്തോട് ചാരിയിരുന്ന സ്നേഹവാനായ യോഹന്നാൻ എന്നൊക്കെ പറയുന്നെങ്കിലും ഈ യോഹന്നാന്റെ സ്വഭാവം ഇത് ഇടിമക്കൾ എന്ന് പറയുന്നത് പോലെ ആമേൻ തീ ഇറക്കി അങ്ങ് ദഹിപ്പിച്ച് കളഞ്ഞാട്ടെന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. സ്തോത്രം. എങ്കിലും അവസാനം വരെയും യേശു കർത്താവ് സമാധാന ബന്ധത്തിൽ അവരുമായി അവർക്ക് അവസാനം അതിൽ ഭൂരിപക്ഷം ഈ യൂത ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആ സമാധാനത്തിൽ ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. നമ്മൾ ചിലരുമായി സമാധാന ബന്ധത്തിലേക്ക് വന്നാൽ സ്തോത്രം, കർത്താവിന് അവരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് കേട്ടോ. സ്തോത്രം. ഞാൻ അന്ന് ക്ഷമയെപ്പറ്റി പറഞ്ഞതുപോലെ സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ചിലരുമായി നമ്മൾ സമാധാനത്തിലേക്ക് വന്നാൽ അവർ നാളെ നമ്മളുമായും സമാധാനത്തിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് സമാധാനത്തിലേക്ക്. ഇന്നത്തെ സഭകളിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സഭകൾക്കകത്ത് പരസ്പര സമാധാനം ഇല്ലെന്നുള്ളതാണ്. അവർ പ്രാർത്ഥന നടക്കുമ്പോൾ നമുക്കറിയാം പാട്ട് പാടി, ഞാൻ അതൊന്നും കുറ്റം പറയുന്ന വ്യക്തിയല്ല, കുറ്റം പറയുന്നതാണെന്ന് ചിന്തിക്കരുത്, പക്ഷെ കുറ്റമായിട്ടാണ് പറയുന്നത്. സ്വത്രം എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ പാട്ടിന്റെ അവസാന സമയമാകുമ്പോൾ നന്നായിട്ട് അന്യഭാഷ പറയുന്നു, ഡ്രമ്മോ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ ഉള്ള സ്ഥലമാണെങ്കിൽ നല്ലതായി ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുമ്പോൾ നല്ല സ്ഫുടമായ ഭാഷയിൽ വളരെ രീതിയിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യം പറഞ്ഞാട്ടെന്ന് പറയുമ്പോൾ മനോഹരമായി സാക്ഷ്യം പറയുന്നു. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ കൈ കൊടുക്കാൻ സന്തോഷത്തോടെ ഹൃദയംഗമായി കഴിയുന്നില്ല. സ്വത്രം. സമാധാനമില്ല പരസ്പരം. സ്വത്രം. ആമേൻ. വെറും അഭിനയത്തിൻ്റെതോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, യേശു പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ കപടഭക്തി പോലെയാണ് പലപ്പോഴും ഇന്നത്തെ സഭകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെപ്പോലെ ഒരു കൂട്ടത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വത്രം. ഇന്നത്തെ ആ സാഹചര്യത്തിൽ ഈ വചനത്തെ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമ്മളോട് കാണിച്ച സമാധാനത്തിന്റെ ശക്തിയെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ അവരിൽ ഒരാളായി തീർന്നുകൊണ്ട് ഈ സമാധാനത്തെ അവരിലേക്ക് പകരുന്നില്ലെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ സഭ ഇനി അങ്ങനെ ഒന്നാണെങ്കിൽ നമ്മൾ ഒരാൾ ഈ ക്രിസ്തുവിന്റെ സമാധാനമായി മറ്റുള്ളവരിലേക്ക് സമാധാനം ഇറങ്ങിച്ചെന്നാൽ നമ്മളിൽ ഉള്ള സമാധാനം കണ്ടുകൊണ്ട് ചിലരെങ്കിലും ആകർഷിക്കപ്പെടും. സ്തോത്രം. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് മുഴുവൻ ലോകത്തിന്റെ ശബ്ദങ്ങളാ. വിട്ടുകൊടുക്കരുത് സിസ്റ്ററെ. അന്ന് സിസ്റ്ററിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതാണ് അവർ. അന്ന് ബ്രദറിനെ കുറിച്ച് അല്ലെ ബ്രദറിന്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ കുറ്റം പറഞ്ഞവരാണ് ഇവരൊക്കെ. സിസ്റ്റർ അങ്ങനെ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഇതാണ് കേൾക്കുന്നത്. എന്നാൽ ഒരാളൊന്നും വിട്ടുകൊടുക്കാൻ, വില കൊടുത്ത് സമാധാനം വരുത്തുന്ന ഒരാൾ ആ സഭയിൽ തയ്യാറായാൽ ഒരുപക്ഷെ അത് കണ്ടുകൊണ്ട് ആ സഭയിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പത്രോസ് ഒറ്റിക്കൊടുത്തു. ഈ യോഹന്നാൻ വളരെ മറ്റൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ സമാധാനത്തെ അവസാനത്തോളം വെളിപ്പെടുത്തി കാണിച്ച് യേശു കർത്താവിന്റെ കൂടെ നടന്ന് ഇന്നിങ്ങനെ നടക്കുന്നവരില്ല. ക്രിസ്തുവിന്റെ സമാധാനം കാണിച്ചു കൊടുക്കാൻ എന്നെയും നിങ്ങളെയും കർത്താവ് തിരയുമ്പോൾ പലപ്പോഴും നമ്മളിൽ ആ സമാധാനമില്ല. ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. മറ്റൊരു രീതിയിൽ നമ്മൾ ഈ സമാധാനം വെളിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം 15. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരും ആയിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുകയും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? യെസ്, ഇവിടെ പറയുകയാണ് നമ്മൾ ഒരു തെറ്റായ സമാധാനം കൊടുക്കുന്നവരാകരുത്. എന്താണ് പറയുന്നത്? സമാധാനമായി അവർക്ക് സമാധാനമല്ലോ, അപ്പൊ നമ്മൾ പറയുകയാണ് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിയാട്ടെ. അവരുടെ കർത്താവ് ഞാൻ മുമ്പേ പറഞ്ഞത് വില കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത് ചിന്തിക്കാം. കർത്താവ് സമാധാനം നമുക്ക് തരാൻ വേണ്ടി എന്ത് ചെയ്തോ ആ സമാധാനം നമ്മൾ അവരുമായി ഷെയർ ചെയ്യുന്നില്ല. ഞാനത് വ്യക്തമായി അങ്ങ് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കാം സിസ്റ്ററെ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മളുടെ ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ നമ്മളൊന്ന് സഹായിച്ചാൽ, അത് ഏത് രീതിയിലായാലും സഹായിച്ചാൽ
ആ വ്യക്തിക്ക് പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിയായെങ്കിൽ ബൈബിൾ നമ്മളോട് വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, തിയോളജി എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി നമ്മൾ അങ്ങ് സഹായിക്കുക എന്നതാണ്. നമ്മുടെ മുന്നിൽ അവരെ കൊണ്ടുവന്നെങ്കിൽ നാളെ അവർ നമ്മളെ സഹായിക്കുമോന്നു, ഇത് നമുക്ക് തലവേദനയാവുമെന്ന് ചിന്തിക്കുക എന്നല്ല. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറയാതിരിക്കുന്നത് നല്ലത്. സ്തോത്രം. നമ്മൾ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങിയാട്ടെ എന്ന് പറഞ്ഞാൽ സമാധാനത്തോട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവർക്കുണ്ട്. അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നിങ്ങൾക്കൊരു പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന് ദൈവം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് അനുഭവത്തിലും നിങ്ങളുടെ ജീവിത സാഹചര്യം നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനും വൈകുന്നു? ഇന്ന് ഈ രാത്രി അല്ലെങ്കിൽ വിവിധ ടൈം സോണുകളിൽ കർത്താവിന്റെ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് കർത്താവ് വചനത്തിന് സംസാരിക്കുന്നത് എന്താണ്? സ്തോത്രം. ദൈവം ഒരുപക്ഷെ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലോ ചില ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണും. നമ്മൾ പറഞ്ഞാണ്, കുഴപ്പമില്ല സിസ്റ്ററെ, പ്രാർത്ഥിക്കാം, ദൈവം സമാധാനം തരും. ആ സമാധാനം ഒക്കെ ദൈവം തരട്ടെ. പക്ഷെ അതൊരു സമാധാനമല്ല. അതൊരു സമാധാനമല്ല. എന്താണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്? ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരും ആയിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? കറക്റ്റ്, ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കും. വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. സ്തോത്രം. നമ്മുടെ ലൈഫിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എല്ലാവരുമായിട്ട് ആചരിക്കണം, അത് ഓക്കെ. രണ്ടാമത്തെ ഈ ഭാഗം കൂടെ നമ്മൾ ഓർത്തോണം. നമുക്ക് മറ്റുള്ളവരുമായി പങ്കിടാൻ അവരുടെ ആവശ്യത്തിൽ സാഹചര്യം കൊണ്ടിട്ട് കഴിയുന്നില്ലെങ്കിൽ അവർ നിങ്ങളുമായി സമാധാനത്തിലല്ല. അവർ നിങ്ങളെ ഓർക്കുമ്പോൾ ഇറിറ്റേഷനിലാണ്. അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുമായി സമാധാനത്തിലല്ല എന്നർത്ഥം. കടപ്പെട്ടിരിക്കുകയാണെന്ന ദൈവം നമ്മളോട് പറയുന്നത്. അത് കടമാണത്. ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കാനില്ല. പക്ഷെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കടപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ സമാധാനമായിരിക്കുന്നില്ല വ്യക്തിയുമായിട്ട്. ഞാനിത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് വ്യക്തമായിട്ട് യാക്കോബ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന സത്യമായതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ വേറെ ഭാഗത്ത് വിട്ട് തൊട്ടടുത്ത വാക്യത്തിലേക്ക്, അതും ഇത് ഭാഗമായിട്ട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് അവിടേക്ക് ഞാൻ വരിക. ഇത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം. അവിടെ എങ്ങനെയാണ് കിടന്നത്? എല്ലാറ്റിനും മീതെ സമ്പൂർണത നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അവിടെ കാണുന്ന രണ്ട് വാക്യങ്ങൾ കണ്ട്, ഹൃദയങ്ങളിൽ വാഴട്ടെ, ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ സ്വർഗത്തിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഉള്ള സ്വർഗത്തിലാണ് നമ്മൾ പോകുന്നത്. അന്ന് നമ്മുടെ സഹോദരങ്ങളാണവർ. അതിന്ന് ആണെന്നും മനസ്സിലാക്കി അവരെ കൈത്താങ്ങുവാൻ നമുക്ക് കഴിയണം. നമ്മൾ വെറുക്കുന്ന ആ വ്യക്തികളും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ദൈവം ഏത് നിമിഷവും മറ്റുള്ളവരാൽ പിടിക്കപ്പെട്ട് തിരികെ കൊണ്ടുവരാൻ കഴിയും. ആ പരീശന്മാരായ മനുഷ്യന്റെ കഥ പറയുമ്പോൾ യേശു പറഞ്ഞതുപോലെ, എല്ലാം നഷ്ടപ്പെടുത്തി തിരികെ വന്ന മകനെ ആ ചേട്ടന് സ്വീകരിക്കാൻ കഴിയുന്നില്ല. സഹോദര ബന്ധത്തിൽ സമാധാനത്തിലേക്ക് പിതാവ് ആഗ്രഹിച്ചിട്ടും ചേട്ടന് ആഗ്രഹമില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു പിക്ചറിന് ഇങ്ങനെ പറയാം, അനിയനുള്ള സ്വർഗത്തിൽ എനിക്ക് ഒരു സീറ്റ് വേണ്ട. അതാണ് വേണമെങ്കിൽ ആ പിക്ചറിന്റെ അവസാനം ഇങ്ങനെ പറയാം. അത് കർത്താവ് പരീശന്മാരെ പറ്റി പറഞ്ഞാണ്. ആ ചേട്ടൻ പരീശനാണ്. നമ്മൾ പലപ്പോഴും സഭയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാർക്കുകൾ ഇട്ട് കർത്താവ് തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചിലരെ എല്ലാം നഷ്ടമാക്കി നമ്മുടെ മുന്നിൽ ഇങ്ങനെ കയ്യും നീട്ടി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം മക്കളെ, പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെ ശിക്ഷിച്ചതാകട്ടോ. നമ്മൾ പറയുന്നത് അങ്ങനല്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ പാപം ചെയ്തില്ല, ദൈവം ശിക്ഷിച്ചതാ. കണ്ടോ, അവന്റെ മോക്ക് വസ്ത്രം മേടിക്കാൻ പൈസയില്ല, കണ്ടോ, അവൻ കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെ ചെയ്തെന്ന് പറയാനല്ല പിതാവ് ചെയ്യുന്നത്. ഒരു ചെരുപ്പിട്ട് കൊടുക്കുക. ഓക്കെ, അവൻ തിരികെ വന്നതല്ലേ, അവൻ മടങ്ങി വന്നതല്ലേ, അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നവനല്ലേ, ചേർത്തു. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തെപ്പറ്റി പരീശന്മാരുമായി വ്യത്യസ്തപ്പെടുത്തി കർത്താവ് നമ്മളോട് കാണിച്ചു തന്നിരിക്കുന്നത്. ആ കഥയിലെ ജ്യേഷ്ഠനെ പോലെ ആകുകയാണ് പലപ്പോഴും നമ്മളെന്ന് പറയുന്ന ആത്മീക സമൂഹം, എല്ലാവരും അല്ലെങ്കിലും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? ഏക ശരീരമായി നമ്മുടെ തല ക്രിസ്തുവാണ്. ആ ക്രിസ്തു പിതാവുമായി കണക്റ്റഡ് ആണ്. അത് മുഖാന്തരം, ഈ തലമുഖാന്തരം, ക്രിസ്തു മുഖാന്തരം നമ്മളും ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. സ്തോത്രം. ഞാൻ എന്നും പറയുന്നതാണ്, ഒന്നുകൂടെ പറയട്ടെ. കൈക്ക് വേദന എടുത്താൽ തലയ്ക്കും അത് ബുദ്ധിമുട്ടാകും.
അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മളിൽ പരസ്പരം ഉളവാകുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവരുടെ വേദനകൾ നമുക്ക് പലപ്പോഴും വേദനകളായി വരുന്നില്ല. മറ്റുള്ളവരുടെ തകർച്ചകൾ പലപ്പോഴും നമുക്ക് തകർച്ചയായിട്ട് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ ഇല്ലായ്മകൾ നമുക്ക് പലപ്പോഴും ഇല്ലായ്മയായി തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ അവരുടെ പിന്മാറ്റ കഥകളെയും അവർ കഴിഞ്ഞ കാലങ്ങളിൽ പാസ്റ്ററെ കുറ്റം പറഞ്ഞതാണ്, ഇന്ന് അവർ തിരികെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് അവർക്ക് തിരികെ വരുവാൻ ഒരവസരം ദൈവം കൊടുത്തതാണെങ്കിലോ, നമ്മൾ അവരുമായി സമാധാന ബന്ധത്തിലേക്ക് കടന്നു വരാൻ ഇന്ന് രാത്രിയിലും വിവിധ ടൈം സോണുകളിലായിരിക്കുന്നവരെയും ദൈവം സഹായിക്കട്ടെ. അതുമായി ചേർത്തുള്ള ഭാഗമാണ് അടുത്ത പറയുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സ്തോത്രം. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണമെന്നും കർത്താവ് നമ്മൾ ഇതുമായി ചേർത്ത് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും തൃപ്തി ഉള്ളവരായിരിക്കണം. തൃപ്തി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച സത്യത്തിൽ ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ ബന്ധം നഷ്ടമായി പോയി ആദാമിന്. ഉടനെ ആദാം എന്താ പറയുന്നത്? ഞാൻ നഗ്നനാണ്. ഓൾറെഡി നേരത്തെ നഗ്നനാണ്, പക്ഷേ പിന്നീട് അതിനെ മറയ്ക്കാൻ പലവിധ കാര്യങ്ങൾ താൻ ചെയ്യുകയാണ്. തന്റെ ലൈഫിലെ കുറവുകളാണ് പിന്നീട് എല്ലാം കാണുന്നത്. സ്വത്രം. തൃപ്തിയില്ലാത്ത അനുഭവങ്ങളിലേക്ക് വരികയാണ്. ഒന്നിലും നന്ദി അർപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു മനുഷ്യന് ഏത് കഷ്ടതയുടെ ആഴത്തിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അത്രത്തോളം ഓൾറെഡി ദൈവം സഹായിച്ചു കഴിഞ്ഞു, അല്ലെ? നമ്മൾ ഏറ്റവും തകർച്ച എന്ന് ചിന്തിക്കുന്ന ഒരു സെക്കൻഡിൽ കൂടി കടന്നു പോകുമ്പോഴും അപ്പച്ചാ നന്ദി എന്ന് പറയാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. കാരണം അവിടെയും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ ഈ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏകനായിട്ടല്ല എന്നതാണ് സമാധാനം. നമ്മൾ ഈ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും സ്തോത്രപ്പാ. ഇനി ഞാൻ ഇതെന്ന് പറയാം, നമ്മൾ മനുഷ്യരെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? നമ്മളോട് നന്ദി കാണിക്കാത്തവരെ നമുക്ക് എല്ലാ പേരും അഡ്രസ്സ് വരെ അറിയാം, അല്ലെ? ആർക്കെങ്കിലും ഒരാൾ നമ്മളോട് നന്ദി കാണിച്ചില്ലെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ കുറച്ചുകൂടെ പക്വത ഉള്ളവരാണെങ്കിൽ പറയത്തില്ല. ചില സാധുക്കളായ മനുഷ്യർ ചിലപ്പോൾ അങ്ങ് പറയും, ഒരു കാലത്ത് പാസ്റ്റേ അവര് വളരെ കഷ്ടത്തിലായിരുന്നു, അന്ന് ഞങ്ങളൊക്കെ എന്ന് പറയൂ. സ്തോത്രം. ഞാനായിരുന്നു എന്ന് പറയത്തില്ല, ഞങ്ങളൊക്കെ ആയിരുന്നു, അല്ലെ? വളരെ മിതമായ രീതിയിലൊക്കെയാണ് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് ചുരുക്കം ഇതാണ്, ഒരു നന്ദിയില്ലാത്തവരാണ് എന്നാണ് പറയുന്നത്. അത് ആ ഭാഷ അതേ രീതിയിൽ നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊക്കെ കർത്താവ് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ എങ്ങനെയുള്ള ആളാണെന്നൊന്ന് മനസ്സിലാക്കാൻ. ഇനി ഞാനത് പറയാം. ഈ നന്ദി ഇല്ലാത്തവരെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ, നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ മുന്നിൽ ആ വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കി ഒരു ദിവസമെങ്കിലും നന്ദി പറയാം മുഴുവൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. നമ്മൾ എപ്പോഴും സ്തുതിക്കണമെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു മെസ്സേജ് കേൾക്കുമ്പോഴോ, ഒരു നല്ല പാട്ട് കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴോ, ബൈബിള് വായിക്കുമ്പോഴോ ഒക്കെ അപ്പച്ചാന്ന് പറഞ്ഞ് നമ്മൾ കരയാറുണ്ടെങ്കിലും, ക്രിസ്തു നമ്മളോട് കാണിച്ച ഹെൽപ്പ് നോക്കുമ്പോൾ, കർത്താവ് നമ്മളോട് കാണിച്ച ആ സഹായം നോക്കുമ്പോൾ, സഹായമല്ല ഗിഫ്റ്റ് കാണുമ്പോൾ, നമ്മൾ എന്നെങ്കിലും നന്ദി പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ പറയാണ് അവർക്ക് നന്ദി ഇല്ലായിരുന്നെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോ നോക്കി പറയുന്നത് എന്താണെന്ന് അറിയോ? എത്ര നന്ദി കെട്ടവനാണ് ജെയിംസ് നീ എന്നാണ്. ഞാൻ പറയുന്നത് നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഒരു മനുഷ്യനെ നന്ദിയില്ല എന്നൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ദൈവം നിർത്തിയെങ്കിൽ, ആ വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് കാണിക്കുന്നെങ്കിൽ, തിരിഞ്ഞ് നിങ്ങളും ക്രിസ്തുവിന് മുന്നിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ പറ, അപ്പച്ചാ ഞാനും എത്ര നന്ദി കെട്ടവനാ. നീ ചെയ്തതിന് ഇന്ന് വരെ ഒരു നല്ല താങ്ക്സ് പറയാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം സൗഖ്യമായിട്ട് വരുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ശമരിയക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഈ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഈ ശമരിയക്കാരൻ മാത്രമാണോ വന്ന് താങ്ക്സ് പറഞ്ഞത്? അപ്പൊ കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നു ഒന്ന് വന്ന് നന്ദി പറയുമെന്ന്. കർത്താവിന്റെ ക്രൂശുമരണത്തെ ഓർത്ത് നമ്മൾ എത്ര ദിവസം ഒന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നന്ദിയല്ല. നമുക്കറിയില്ല, പ്രൊസ്ക്യൂനിയോ എന്ന വാക്കാണ് ആരാധനയ്ക്ക് വേണ്ടി പല പുതിയ നിയമ വാക്കുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ദൈവദാസന്മാർ, നമ്മുടെ ദൈവദാസനും പലവട്ടം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൂരദേശത്തേക്ക് പോയ യജമാനൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വളർത്തുന്ന നായ സ്നേഹത്തോടുകൂടി എന്തൊക്കെ കാണിക്കുമോ ആ പ്രകടനത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് പ്രൊസ്ക്യൂനിയോ, ആരാധന.
നമ്മൾ ചിലപ്പോൾ നമ്മൾ ചാടുകയോ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും ആ ഒരു പാട്ടിന്റെ ഋതം അനുസരിച്ച്, അല്ലെ? പാട്ട് നല്ല രീതിയിലാണെങ്കിൽ ആ ഡാൻസ് ഒന്നും കർത്താവ് പ്രസാദിക്കുന്നില്ല. നമ്മൾ അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കും. ഇനി തുള്ളിക്കോ ചാടിക്കോ ഒരു കുഴപ്പമില്ല. അതെല്ലാം ദൈവ ആരാധനയായി. ദൈവ ആരാധന എന്ന് പറയുമ്പോൾ സ്തുതി മഹിമയായിട്ട് ദൈവം എടുക്കുകയാണ്. നമ്മുടെ ലൈഫ് തന്നെയാണ് ആരാധന. അതാണ് യഥാർത്ഥ ആരാധന. എന്നാൽ നമ്മൾ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മളങ്ങ് മറക്കുക കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി. ഇതാ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും സന്തോഷം എന്താ? കൊറോണ മാറ്റി കർത്താവ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്യൂമർ ഉണ്ടായിരുന്നു, അത് കർത്താവ് മാറ്റി. ഓക്കെ, അതിനൊക്കെ സ്തുതിച്ചോ. പക്ഷെ കർത്താവിന് അതൊന്നുമല്ല നോക്കുന്നേ. കർത്താവ് അതൊന്നുമല്ല. മക്കളെ, ഞാൻ എൻ്റെ വില കൊടുത്ത് നിങ്ങൾക്ക് വരുത്തിയൊരു സമാധാനം ഉണ്ടല്ലോ, നിങ്ങൾ എന്നെങ്കിലും അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് നന്ദി പറയാൻ അത് ഫീൽ ചെയ്യുന്നത് പോലും ഇല്ല. പല ആളുകൾക്കും അത് മനസ്സിലാകുന്നത് പോലുമില്ല. ഓക്കെ, ഇങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ മുന്നിൽ നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ട് ഇനി അവരൊന്നും സഹായിക്കരുത് കേട്ടോ. സഹായിച്ചിട്ട് നമുക്ക് ദുഃഖം വന്നുണ്ടോ? ഒരു ദൈവദാസൻ ഒരാളെ സഹായിച്ചു, കുറേ കാലം സഹായിച്ചു കഴിഞ്ഞിട്ട് ആ കൊച്ചുങ്ങളുടെ ഫീസ് കൊടുത്തു. അപ്പോൾ കൊച്ചുങ്ങളുടെ ഫീസ് കൊടുത്തതിന് ശേഷം ഒരിക്കൽ കുറേ കാലം, ഒരു 4 വർഷമോ 5 വർഷമോ അങ്ങനെ സഹായിക്കുക. അപ്പൊ സഹായിച്ചു കഴിഞ്ഞിട്ട് പിന്നൊരിക്കൽ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ പറയാണ്, ഇപ്പൊ ഫീസൊന്നും തികയുന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, പാസ്റ്റർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ കൂടുതൽ തന്നാട്ടെ എന്ന് പറഞ്ഞതിന്റെ ആശയം അതാണ്. അപ്പം ആ പാസ്റ്ററെ കൂടെ പോയ ആള് പറയുകയാണ്, ഇവരെ ഒന്നും ഒരിക്കലും സഹായിക്കരുത്. എന്തിനാ സഹായിക്കുന്നത്? ദൈവമക്കളെ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോഴും ദൈവം എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? നമ്മളെത്ര നന്ദി കെട്ടവരാണ് കർത്താവിന്റെ സന്നിധിയിൽ. നമ്മൾ ചെയ്യേണ്ടതുപോലും ചെയ്തിട്ടില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്ക് യോഗ്യന്മാരായിട്ട് പോലും നമ്മളാരും നിന്നിട്ടില്ല. ഇനി അങ്ങനെ തോന്നുന്നെങ്കിൽ നമ്മളെന്തോ പരീക്ഷ ഭക്തിയിലാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ കർത്താവ് ചെയ്തതുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കർത്താവിന്റെ ക്രൂശുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ നന്ദിയുള്ളവരായിരുന്നില്ല. സ്തോത്രം. നമുക്ക് നമുക്ക് തൃപ്തിയില്ലാത്തത് എന്താണെന്ന് പറയുന്നത്, നമുക്ക് ഒരു എക്സാമിൽ പോയി പാസ്സായില്ല, ഉടനെ റിട്ടയർഡ് ആവുകയാണ്. അവിടെ നമുക്കറിയാം നമ്മുടെ സമാധാനവും പോയി. ഓക്കെ, എക്സാം എഴുതിക്കോ, മേനത്ത് ചെയ്തോ, ഹാർഡ് വർക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് സമാധാനം വരുന്നില്ല. നമ്മൾ ആ സാഹചര്യത്തിൽ കൂടി നമുക്ക് തൃപ്തി വരുന്നില്ല. അയ്യോ, എന്റെ ജോലി പോയോ. അതിന്റെ അർത്ഥം നാളെ മുതൽ പഠിക്കേണ്ടെന്ന്, എക്സാം എഴുതേണ്ടതൊന്നുമല്ല. സ്വത്രം. ഈ സാഹചര്യത്തിൽ ഏത് കഷ്ടതയിലും സമൃദ്ധിയിലും കടന്നു പോകുമ്പോഴും സമാധാനം നഷ്ടപ്പെടരുത്, നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനെല്ലാം ശീലിച്ചിരിക്കുന്നു. യേശു കർത്താവ് പത്രോസിനെ ശൂന്യമാക്കപ്പെടുന്ന പടകിലായിരിക്കുമ്പോഴും, മീൻ കൊടുക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ നന്മയിലായിരിക്കുമ്പോഴും യേശു കൂടെ ഉണ്ട്. ഇത് രണ്ടിലും തൃപ്തി അനുഭവിക്കാൻ കഴിയണം. ഒന്നുമില്ലാത്ത പടകമായിട്ടായിരിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ ലൈഫിൽ ഇടപെടാനുള്ള ഒരു അവസരമായിട്ടും, ദൈവം മീനുകൾ കൊടുക്കുമ്പോൾ തൻ്റെ ലൈഫിനെ വ്യത്യസ്തമാക്കുവാൻ വേണ്ടി ഒരു ദൈവപ്രവൃത്തിയായിട്ടും കാണാൻ നമുക്ക് കഴിയണം. നമ്മളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു, കിട്ടിയില്ല. കിട്ടാതിരിക്കുമ്പോൾ ആ ശൂന്യതയിൽ കർത്താവിന് എന്തോ നമ്മളോട് കൈമാറാനുണ്ടെന്നും കർത്താവിന് നമ്മുടെ ലൈഫിൽ എന്തോ ചെയ്യാനുണ്ടെന്നും മനസ്സിലാക്കാനും, അതിൽ തകരാതെയും ദൈവത്തിന് നന്ദി പറയാനിടയാവുകയും, ദൈവം നമുക്കൊരു നന്മ തരുമ്പോൾ ഇതിൽ കൂടെയും, ഈ നന്മയല്ല വലുത്, മീനല്ല വലുത്, ഇതിൽ കൂടെയും കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, ഇതൊന്നും പ്രാപിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് കർത്താവിൽ നിന്നും അടുത്തൊരു പടിയിലേക്ക് കർത്താവിനെ മനസ്സിലാക്കാനുമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിലെ ഇല്ലായ്മയിലും നമ്മുടെ ലൈഫിന്റെ നന്മയിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വത്രം. അതുകൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായിരുന്നാൽ നമുക്ക് എപ്പോഴും ആ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ നന്ദിയില്ലാത്തവർ എന്ന് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എന്താണെന്ന് അറിയാവോ? നമ്മൾ തന്നെ ചില മനുഷ്യരോട് നന്ദിയില്ലാത്തവരായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലായിട്ടില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപക്ഷെ മറ്റുള്ള ആരുടെയെങ്കിലും സാമ്പത്തിക സഹായം ഇതുവരെ വാങ്ങിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ജോലിപരമായി നമ്മളെ ആരും സഹായിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ മറ്റുള്ള ഒരു വ്യക്തികൾക്ക് ഒരു ചെറിയ സഹായം ചെയ്താലും നമ്മൾ ഓർക്കുന്നത് പോലെ അവരും ഓർക്കുന്നുണ്ട്. അല്ലെ? നിങ്ങൾ ഈ ജീവിതത്തിൽ ഒന്ന് ജീവിച്ചു നോക്കുക. ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്, എൻ്റെ ജനനം മുതൽ ഈ ദിവസം വരെയുള്ള അവസരം നോക്കിയാൽ എനിക്ക് നന്ദിയോട് ഓർക്കാൻ കഴിയുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷേ അവരോടൊക്കെ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു നന്ദി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് വാസ്തവമായ സത്യം. ചിലരൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല, അല്ലെ? ഒരു ഹൃദയംഗമ താങ്ക്സ് പറയാൻ അവർക്ക് പറയുന്നത് പോലെ പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയത്തത് പോലുമില്ല. അതെങ്ങനെയാണ് പറയേണ്ടത്? അവർ ഉദ്ദേശിക്കുന്ന രീതി ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട്, അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരോട് എത്തുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയും കഴിവുകെട്ട നമ്മൾ, നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി സഹായം ചെയ്തിട്ട് നമ്മൾ സഹായിച്ചിട്ട് അവർ നമ്മളോട് നന്ദി കാണിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളും ഒത്തിരി നമുക്ക് മുൻപേ സഹായിച്ചവരോട് നന്ദി പറയാൻ ബാക്കിയുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില അമ്മച്ചിമാരുടെ മുഖം നമ്മുടെ മുന്നിൽ ഓർമ്മ വരും. എൻ്റെ മുന്നിൽ വരുന്നുണ്ട്. ചില അപ്പച്ചന്മാരുടെ മുഖം എൻ്റെ മുന്നിൽ ഓർമ്മയുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ഇന്ന് ലോകത്തിലില്ല. ചില പാസ്റ്റർമാരുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ചിലരുടെ ഫോൺ നമ്പർ എവിടെയാണെന്ന് പോലും അറിയാത്ത ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം. ഫേസ്ബുക്കിൽ തേടിയാൽ പോലും ഇനി ഒരിക്കലും ലഭിക്കാൻ കഴിയില്ലാത്ത സാഹചര്യങ്ങളിലായി പോയവർ അവൻ എൻ്റെ ലൈഫിലുണ്ട്, നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കാം. പക്ഷെ അവർക്കൊക്കെ അത് നന്നായിട്ട് അറിയാം. നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവർ. സത്യ ദൈവത്തോട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നന്ദിയൊന്നുമില്ല, പിന്നെ നമ്മളത് പറയാൻ വേണ്ടി പറയുക. പക്ഷേ ഈ പറയുന്നതിന്റെ വാക്യത്തിന്റെ അർത്ഥം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കുക. പരസ്പരമുള്ള സമാധാനത്തിന്റെ ഭാഗമായിട്ടാണ്, ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. പരസ്പരം നമ്മൾ നന്ദിയുള്ളവരാകണം. അത് നമ്മൾക്ക് എപ്പോഴും തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? ഒരാൾ നമ്മൾക്ക് വസ്തു തരികയോ അല്ലെങ്കിൽ സാമ്പത്തികം തരികയോ ചെയ്യുമ്പോൾ മാത്രമാണ് താങ്ക്സ് പറയുന്നത്. അല്ല. നമ്മുടെ ലൈഫിൽ ആത്മീകമായി കെട്ടിപ്പണിയുവാൻ വേണ്ടി കർത്താവ് പലരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ പോലും ചിന്തിക്കാത്തൊരു വ്യക്തി ഒരു ദിവസം നമ്മുടെ മുന്നിൽ പാടി ഒരു പാട്ട് നമ്മളെ കർത്താവിനോട് അടുപ്പിച്ചിട്ടുണ്ട്. അവർ പാടി അങ്ങ് വിട്ടു. അവരത് ഓർത്തില്ല. അവർ ചിന്തിച്ചാണ് ടവർ ഇല്ലാത്തത് കൊണ്ട് നല്ലതായിട്ട് പാടാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ആ പാട്ട് നമ്മളിൽ വ്യത്യസ്തരാക്കി. ആ പാട്ട് അറിയാതെ നമ്മുടെ മനസ്സിനെ കർത്താവിനോട് അടുപ്പിച്ചു. ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാചകം, അപ്പച്ചാ കുഞ്ഞ് വളരെ കഷ്ടത്തിലാണ്, നീ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ആ അമ്മച്ചി എന്നെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഓർത്ത് അറിയാതെ കർത്താവിന്റെ സ്നേഹം ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയിൽ കൂടി കിട്ടി. അത് മതി. അത് കോടി വിലയേക്കാൾ വിലയുള്ളതാണ്. അത് കോടികളെക്കാൾ വിലയുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും നന്ദിയുള്ളവരായിരുന്നോ? നമ്മൾ വിലമതിക്കുന്നത് എന്തൊക്കെയോ ഇതിനു വേണ്ടിയാണ് നമ്മൾ താങ്ക്സ് പറയുന്നത്. അതും വലിയ നന്ദിയൊന്നുമില്ല. പക്ഷേ കർത്താവിന്റെ വചനം നമ്മളോട് എന്താ പറയുന്നത്? ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ പരസ്പരം നന്ദിയുള്ളവരായിരിപ്പീൻ. സ്തോത്രം. ഈ രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ, ഞാൻ അടുത്ത വചനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. സ്തോത്രം. നമ്മൾ മറ്റുള്ള സ്തോത്രം ആളുകളുമായി എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഒരു കൂട്ടം കുറ്റം പറയാൻ നമുക്ക് ആളുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു സെക്കൻഡ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ടോ? ചിലപ്പം ഒരു ദൈവദാസൻ നമ്മുടെ സഭയിൽ ശുശ്രൂഷിച്ചു. ആ വ്യക്തിക്ക് നമ്മളെ മറ്റു പല മേഖലകളിൽ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. വേറെ ചില രീതിയിലായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെ ആ വ്യക്തിയുടെ സഹകരണത്തോടു കൂടിയുള്ള പരിപാലനമായിരിക്കാം നമ്മുടെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടത്. അല്ലെ, നമ്മളുമായി ഒരുപക്ഷെ നല്ല ബന്ധത്തിലായിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ കുഞ്ഞുമായി ആ പാസ്റ്റർ നല്ല ബന്ധത്തിലായിരുന്നായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ മനുഷ്യൻ എന്തോ ഒരു കാര്യം ചെയ്തത് നമുക്ക് ആ നന്മയുള്ള മുഖം ഒന്ന് ഓർത്താട്ടെ, ആ സഹായിച്ച ഹെൽപ്പ് ഒന്ന് ഓർത്താട്ടെ. അദ്ദേഹം ആയിരുന്ന സമയത്ത് അല്ലെ ആ വ്യക്തി എനിക്ക് തിന്മ, അങ്ങനെയല്ല. ആ വ്യക്തി എന്തോ ചിലത് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നന്മ നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓർക്കാൻ കഴിയുന്നവരായിരിക്കണം. കൊരിന്ത്യ സഭ പൗലൂസിനെ മറന്നുപോയൊരു സഭയാണ്. സ്തോത്രം. പൗലൂസിനെ കുറ്റം കണ്ടുപിടിച്ചൊരു സഭയാണ്. പൗലൂസിനെ എന്നും വേദനിപ്പിക്കുന്ന ഒരു സഭയായിരുന്നു. അപ്പോസ്തലൻ അല്ലെന്ന് പറഞ്ഞൊരു സഭയായിരുന്നു. ദൈവദാസന്മാർ നമ്മുടെ സഭയിൽ 3 വർഷമോ 4 വർഷമോ ശുശ്രൂഷിച്ച് പോകുമ്പോൾ അവർ ചെയ്ത ഒരു കൂട്ടം കുറ്റങ്ങൾ തീർച്ചയായും മനുഷ്യരായതുകൊണ്ട് പറയാൻ 100% കാണും, ആരും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട്. എന്നാൽ അവരുടെയൊക്കെ ശുശ്രൂഷ കാലയളവിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെ കുടുംബത്തിലെ വ്യക്തികളിൽ സംഭവിച്ചതിനും കൂടെയാണ് നമ്മൾ കർത്താവിനോട് അടുത്തത്. എല്ലാവരും നമുക്ക് വേണമായിരുന്നു. ഒരാൾ രോഗശാന്തിയുടെ വരമുള്ള വ്യക്തി, ഒരാൾ സഹായം ചെയ്യുന്ന വരമുള്ള വ്യക്തി, ഒരാൾ ഉപദേശിക്കാൻ കഴിവുള്ള വ്യക്തി. ഇതെല്ലാം കർത്താവിന്റെ സഭയ്ക്ക് ആവശ്യമായതുകൊണ്ട് ഇവരോട് എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് സഭ. ഇവരെല്ലാം ശരീരത്തിന്റെ അവയവങ്ങളാണ്. സ്തോത്രം. അടുത്ത വാചകം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട്, അത് ജസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാനുള്ള സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് ഈ വേദഭാഗം ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. അതിനകത്ത് നന്ദിയുള്ള ഭാഗത്തിന്റെ ഒരു കാര്യം വരുന്നുണ്ട്. സ്തോത്രം. 16-ാമത്തെ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും
ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. യെസ്, ക്രിസ്തുവിന്റെ വചനമാണ് അടുത്ത പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ക്രിസ്തുവിന്റെ വചനത്തെ പറ്റി പറയുമ്പോഴാണ് പറയുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും, ഞാൻ മുമ്പേ പറഞ്ഞതൊക്കെ ഉണ്ട് അവിടെ, ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിച്ചു ഉപദേശിച്ചും നന്ദിയുള്ള ഹൃദയങ്ങളോടെ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം, അവിടെ ക്രിസ്തുവിന്റെ വചനം എന്നുള്ളതാണ് മെയിൻ. സ്തോത്രം. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. സ്തോത്രം. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളിൽ വസിക്കട്ടെ. സ്തോത്രം. ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞ ഇത് തുടങ്ങിയാൽ തീരാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ സങ്കീർത്തനം വരുന്നതും സ്തുതികൾ വരുന്നതും ആത്മീക ഗീതങ്ങളും എന്നൊക്കെ പറയുന്നത്, സ്തോത്രം, കർത്താവിനെ നന്ദിയോടെ ഓർക്കുന്നതിന് കാരണമാകട്ടെ. കർത്താവ് നമ്മളോട് കാണിച്ച ആ വലിയ വിലയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരാകട്ടെ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാനുള്ള വാക്ക് ഒന്നുകൂടെ പറയട്ടെ. നാളെ ലഭിക്കാൻ പോകുന്ന ജോലിയോ ഇന്നലെ ലഭിച്ച സൗഖ്യത്തെക്കാൾ വലുതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത് തീർത്ത ക്രൂശിലെ പ്രവൃത്തിയുടെ നന്മ. അതൊരു ഗിഫ്റ്റായിരുന്നു. അത് വില കൊടുത്ത് നമുക്ക് വേണ്ടി തന്നതാ. ആ കർത്താവ് നമ്മോട് പറയുകയാണ്, പരസ്പരം സമാധാനമായിട്ടിരിക്കണം. പരസ്പരം സമാധാനമാണ്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ അപ്പനാണോ അമ്മയാണോ കുഞ്ഞാണോ, അവരുമായി സമാധാനത്തിലാകാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. കാരണം ആ വ്യക്തിയും നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ കർത്താവിൻ്റെ മകനാണ്, മകളാണ്. ഒരുപക്ഷെ നാളെ അവർ മാറാൻ നമ്മുടെ ലൈഫ് കൊണ്ട് സാധ്യതയുണ്ട്. നമുക്ക് അവരെയും ഒരുമിച്ച് ഒരു ശരീരത്തിന്റെ ഭാഗമായി കർത്താവ് കൊണ്ടുവരും. പറയാം, പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ഭർത്താവിനെ നോക്കി നമ്മൾ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ നോക്കി പറയുക, ഈ വ്യക്തി കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഇല്ല എന്ന് നമ്മൾ പറയുന്നവരാണെങ്കിൽ അങ്ങനെ പറയല്ലേ. നന്ദിയുള്ളവരായിരിക്കുക. നന്ദിയുള്ളവരാകാൻ പഠിക്കുക. അവർ ചെയ്ത എന്തോ ചിലതൊക്കെ നമ്മൾ കർത്താവിനോട് അടുക്കാൻ കാരണമായിട്ടുണ്ട്. അവർ ചെയ്ത എന്തൊക്കെയോ നന്മ പ്രവൃത്തികൾ നമ്മുടെ ലൈഫിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെയും നമ്മൾ ചെറുതായി കാണരുത്. സ്വത്രം. ഒരു മനുഷ്യനെയും നമ്മൾ വേണ്ട എന്ന് വെക്കരുത്. യേശു കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞുവിടുന്ന സമയത്ത്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു ഭാരമേറിയ വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ കടന്നു പോകും. ആ മനുഷ്യനെ പിൻപറ്റുക. ആ മനുഷ്യൻ, ഞാനൊന്ന് ഒരിക്കൽ പറഞ്ഞതാണ്, ആ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഭാഗം ഒരുക്കാൻ ഒരു ഭാഗമാകുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെ രക്ഷയുടെ പ്രവൃത്തിക്ക് പേരറിയാത്ത ആ വ്യക്തി ഒരു ഭാഗമായി തീർന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത്, നമ്മൾ അറിയപ്പെടാത്ത എത്രയോ വ്യക്തികൾ നമ്മളെ ക്രിസ്തുവിലേക്ക് നയിച്ചു. അതുകൊണ്ട് ഇന്ന് എന്നോട് ആ വ്യക്തി നന്ദി കാണിച്ചില്ലെന്ന് പറയുന്നത് ഇന്ന് അവസാനിപ്പിച്ചിട്ട്, ഞാൻ നന്ദിയില്ലാത്തവനാണപ്പാ എന്ന് പറയാൻ കഴിയട്ടെ. ഞാൻ എൻ്റെ ദൈവത്തോടും മനുഷ്യരോടും പൂർണ്ണമായി നന്ദി കാണിക്കാൻ എനിക്ക് ഇവരെ കഴിഞ്ഞില്ല എന്ന വാസ്തവമായ സത്യം മനസ്സിലാക്കാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് കഴിയട്ടെ. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ നമ്മളോട് എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിച്ചും അവൻ ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ഹൃദയങ്ങളിൽ വാഴട്ടെ, ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. ക്രിസ്തുവിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ ക്ഷമ, ക്രിസ്തുവിന്റെ ആശ്വാസം, ക്രിസ്തുവിന്റെ ദയ, ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയാണെങ്കിൽ നമ്മളെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയും, ഈ മനുഷ്യന് എങ്ങനെ ഈ വിഷയത്തിന്റെ നടുവിൽ ആശ്വസിച്ചിരിക്കാൻ കഴിയുന്നു, എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു, മുന്നോട്ട് നോക്കി എപ്പോഴും പോകും, എന്തു വിഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെയല്ലേ നമ്മൾ ഭയക്കേണ്ടത്, അതുകൊണ്ട് അടി കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവർ ഇറങ്ങിപ്പോയി. നമ്മൾ ഒരു അയൽക്കാരൻ നമ്മൾ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചപ്പോൾ, നമ്മുടെ കൂട്ടുപ്രവർത്തകൻ അല്ലെങ്കിൽ കൂട്ട് സഹോദരനോ സഹോദരിയോ നമ്മൾ ഒരു വാക്ക് വേദനിപ്പിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് വേദനിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ ഭാവം നോക്കണേ, ആ സമാധാനം നമുക്ക് തന്നിച്ചു പോയെങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം സമാധാനം ജീവിക്കുക. സ്തോത്രം. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവത്തിനിരിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.